എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. അപ്പോൾ ഇത് മൈദാമാവാണ്. മൈദാമാവ് ഇതാ പാത്രത്തിൽ ആക്കി വെച്ചിടണം. നമുക്ക് കുഴച്ച് കൊടുക്കാം. ആദ്യം ഒരു മുട്ട ഇടുന്നുണ്ട്. മുട്ട ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇടണമെന്നൊന്നുമില്ല, ഇല്ലാണ്ടും ഉണ്ടാക്കാൻ പറ്റും. ഒരു സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട്. കൂടെ നമ്മൾ ഉപ്പ് വെള്ളമാണ്. ഉപ്പ് വെള്ളത്തിട്ട് അരിയിക്കും, കല്ലുപ്പ് ഇട്ടുന്നത് അരിഞ്ഞു. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്കിത് നല്ല മിക്സായി കൊടുക്കാം. ഉപ്പ് വെള്ളത്തിൽ നമുക്ക് നല്ല കുഴച്ച് കൊടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, ചപ്പാത്തി മാവൊക്കെ ഉണ്ടാക്കണില്ല, അതേമാതിരി ഒരു മെത്തേഡിൽ നമുക്ക് കുഴച്ചെടുക്കാം. നല്ല ഈസിയാണ്, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമൊന്നുമല്ല. പൊറോട്ടയൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വശം മാതിരി നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, കഷ്ടമുണ്ടെന്നും വിചാരിക്കേണ്ട. അത്രയ്ക്കൊന്നുമില്ല. കുറച്ച് നേരം കുഴച്ച് വെക്കണം, അത്ര മാത്രമേ ഉള്ളൂ. കമ്മിയാവാനും പാടില്ല, എന്നാൽ കമ്മിയാവാനും പാടില്ല. നമുക്ക് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ മാവ് കുഴച്ച് സെറ്റാക്കി കൊണ്ടുവന്നു. കുറച്ച് നേരം കുഴയ്ക്കണം, ഒരു 5-10 മിനിറ്റ്. നല്ലതാണ്, എത്ര കുഴച്ചാലും നല്ലതാണ്. അപ്പോൾ അടിപൊളി. കുറച്ച് നേരം ഇതിങ്ങനെ ഇരിക്കണം, കുറച്ച് നേരം, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ വെച്ചാൽ നല്ലതാണ്. കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം നമ്മൾ. ഇതിങ്ങനെ ഇരിക്കട്ടെ. അടിപൊളി പൊറോട്ട നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഇരിക്കട്ടെ, കുറച്ച് നേരം സെറ്റാവട്ടെ, നമുക്ക് നോക്കാം. അടച്ച് വെക്കണം. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ പൊറോട്ട മാവ് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കുഴയ്ക്കാം. ഒന്നും കൂടി കുഴച്ച് കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് സെറ്റായി കിട്ടി. നമുക്ക് ഉരുണ്ട പിടിക്കണം. ആദ്യം ഉരുള ഉരുണ്ട കളക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് പരത്തണം. ഓരോരോ ഉണ്ടകളെടുത്ത് പരത്താം. കുറച്ച് എണ്ണ ഒഴിച്ച് വേണം ഇവിടെയൊക്കെ. എപ്പോഴും എണ്ണ മയത്തിലേ ഉണ്ടാവണം. ഇത് തോർത്തുമുണ്ടൊക്കെ വെച്ച് മൂടി വയ്ക്കുക, അങ്ങനെയൊന്നും ചെയ്യണില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കുകയാണ്. കണ്ടോ, ഒരു ഉരുള നമുക്ക് ഇട്ടു. നമുക്കിനി ഒന്നാണ് പരത്തി കൊടുക്കാം. ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കണത്, ഞാനിങ്ങനെ ഉണ്ടാക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്, നമുക്ക് പരത്തി കൊടുക്കാം. നമുക്ക് എത്രത്തോളം പരത്താൻ പറ്റുമോ അത്രത്തോളം നല്ല നീട്ടിയിട്ടും മറിച്ചിട്ടും ഒക്കെയാണ് പരത്ത തന്നെ. എണ്ണ കുറച്ച് അത്യാവശ്യം ഒഴിച്ചെണ്ണ കൊടുക്കണം. അപ്പോൾ രസം ഉണ്ടാവുള്ളൂ, ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓയിലാണ് കേട്ടോ. നമുക്ക് ഇനി എത്ര പരത്താൻ പറ്റുമോ അത്ര തേച്ച് പരത്തി കൊടുക്കാം.
അപ്പം അങ്ങനെ നമ്മുടെ പൊറോട്ട സൂപ്പറായി സെറ്റായി കണ്ടോ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയ പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കണം. അത് ചൂടാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.